ഈ ഇറാൻ ഇസ്രായേൽ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എവിടെയും ചെന്ന് നിൽക്കാനൊന്നുമില്ല. ഇസ്രായേലിന് മേൽക്കൈ ഉണ്ടല്ലോ. കാരണം ഒരു രാജ്യത്തിൻ്റെ വ്യോമയാന അതിർത്തികൾ വേറൊരു രാജ്യം 3-4 ദിവസമായി കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ വിമാനങ്ങൾക്ക് പറന്നു പൊങ്ങാൻ പോലും പറ്റുന്നില്ല. ആകപ്പാടെ അവർ ചെയ്യുന്ന മിസൈലുകൾ അയക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ആ രാജ്യത്തിലെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാരുൾപ്പെടെയുള്ള ആളുകളെ പ്രിസിഷൻ ടാർഗറ്റാണ്, ക്ലിനിക്കൽ പൊസിഷനോട് കൂടി ടാർഗറ്റ് ചെയ്ത് കൊല്ലുകയാണ്. അപ്പോൾ എന്താണ് കാണിക്കുന്നത്? മറ്റേ രാജ്യത്തിനുള്ള ശക്തമായ മേൽക്കൈയാണ്. പിന്നെ അതായത് ഇസ്രായേലിനുള്ള മേൽക്കൈയാണ്. ഇറാനുള്ളത് എന്താണ്? ഇറാനുള്ളത് മിസൈൽസും മറ്റു കാര്യങ്ങളും ഉണ്ട്. അത് അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് കൊളാട്രൽ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇസ്രായേൽ ഉറപ്പിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ലോക മേധാവിത്വമാണ് അവരുടെ ഉദ്ദേശം. ലോക മേധാവിത്വം എന്ന് വെച്ചാൽ ലോകത്ത് എല്ലായിടത്തും അവർ ഭരിക്കണം എന്നുള്ളതല്ല. അവർക്ക് ഇസ്രായേലിനെ വിശാല ഇസ്രായേലാക്കണം. ബൈബിളിലൊക്കെ പറയുന്ന പോലെ ഈജിപ്റ്റ് തൊട്ടിട്ട് സമുദ്രം തൊട്ട് നദി വരെയുള്ള പ്രദേശങ്ങളെ ഒരു ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം. അതാണ് അവരുടെ ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അമേരിക്ക എന്നുള്ള വേൾഡ് പവറിനെ മറയാക്കി വെച്ചുകൊണ്ടാണ് അവർ ലോകം ഭരിക്കുന്നത്. അത് അവർക്ക് ഇസ്രായേലിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ലോകാധിപത്യം എന്നുള്ളത് ഒരിക്കലും ഇസ്രായേലിന് ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിൽ സോളമനെ ദാവീദിൻ്റെ കാലഘട്ടത്തിൽ അതിശക്തമായ മറ്റ് സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. ആ പ്രദേശത്ത് വെച്ച് ശക്തമായ ഓട്ടോണമി ഉണ്ടായിരുന്നു. ലോകത്തെ സാമ്രാജ്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പേർഷ്യൻ, റോമൻ, അതുപോലെ തന്നെ ബാഗ്ദാദിലുള്ള ഖലീഫമാർ, ഒട്ടോമൻ തുർക്സ്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബ്രിട്ടൻ ആൻഡ് അമേരിക്ക. ഇതാണ് പ്രധാനപ്പെട്ട ലോക സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവരിക എന്നുള്ളത് അവരുടെ വലിയ ടാർഗറ്റ്. അതിനുവേണ്ടി 3-ാം ലോക മഹായുദ്ധം ഉണ്ടാക്കാനും അവർക്ക് മടിയൊന്നുമില്ല. അപ്പോൾ 3-ാം ലോക മഹായുദ്ധം, നിങ്ങളത് വേറൊരു കാര്യം നോക്കുക, ഈ 2 ലോക മഹായുദ്ധങ്ങളിലൂടെയാണ് ഇസ്രായേൽ ഉണ്ടാവുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിലൂടെയാണ് അത് ഇവരുണ്ടാക്കിയ കുത്തിത്തിരിപ്പാന്ന് പിന്നെ ഹിറ്റ്ലർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിലൂടെയാണ് അവർക്ക് പലസ്തീൻ്റെ കാര്യത്തിൽ കൃത്യമായ പ്രോമിസ് കിട്ടുന്നത് ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന്. മാത്രമല്ല അതൊരു അന്നുണ്ടായിരുന്ന ശാക്തിക ചേരികൾ പലതും പൊളിയുകയും അവിടെ ജനാധിപത്യം എന്നുള്ള ആശയം ശക്തി പാലിക്കുകയും ചെയ്യും. ജനാധിപത്യം എന്നുള്ള ആശയം ശക്തി പാലിക്കുക, ജനാധിപത്യത്തിൻ്റെ കാര്യം ഓരോ പൗരന് അധികാരമാണ്, അവകാശമാണ്. അതൊക്കെ നല്ല കാര്യമാണ്, വോട്ടവകാശം കൂടിയാണ്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതിൻ്റെ തുടർച്ചയായി 2-ാം ലോക മഹായുദ്ധം വരുന്നു. 2-ാം ലോക മഹായുദ്ധം വരുമ്പോൾ ഈ പറയുന്ന വൻ ശക്തികളെല്ലാം തകരുന്നു. വളരെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവും. അമേരിക്ക എന്ന രാജ്യത്തിന് കൈകാര്യം ചെയ്തിരുന്ന ഇവരാണ്. അവിടെ തന്നെ ഒരു ജൂതവിരുദ്ധ ലോബി ഉണ്ടായിരുന്നു. 2-ാം ലോക മഹായുദ്ധത്തോടുകൂടി ആ ലോബിയും ഈ ജൂത സഹതാപത്തിൽ ഇല്ലാതാവുന്നു, ഫോർഡിൻ്റെയൊക്കെ. പിന്നെ അന്നുണ്ടായിരുന്ന മേധാവിത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഇസ്രായേൽ രാജ്യം നേടിയെടുത്തു. ഇനി ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പുവരുത്തണമെങ്കിൽ ഒരു 3-ാം ലോക മഹായുദ്ധമാണെങ്കിൽ അത്. കാരണം ഇത് നമ്മൾ പറയുമ്പോൾ മൊസാദിൻ്റെ പെനിട്രേഷൻ ആലോചിക്കണം. മൊസാദ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ലോകത്തെല്ലായിടത്തും മൊസാദിൻ്റെ പെനിട്രേഷൻ ഉണ്ട്. അതിപ്പം ഉക്രൈൻ റഷ്യ യുദ്ധം, ഒരുപക്ഷെ അവരുടെ ലോകാധിപത്യ സ്വപ്നങ്ങൾക്ക് ഒരു വലിയൊരു ഭീഷണിയാണ് റഷ്യ. അതുകൊണ്ട് റഷ്യയെ തകർത്തുകളെ. ഒരു ലോകാധിപത്യം കൂടി ഉണ്ടായ ബ്രിട്ടനും റഷ്യയും അതേപോലെ തന്നെ അമേരിക്കയും വലിയ ശക്തികൾ അല്ലാതാവും. കാരണം പൈസ ഉണ്ടാവില്ല. അമേരിക്ക ഇപ്പം തന്നെ കടക്കണിയിലാണ്. ആ കടക്കണിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോകുന്നത് അവരുടെ കറൻസിയുടെ ഒരു മൂല്യം കൊണ്ടാണ്. അമേരിക്ക സമ്പദ് വ്യവസ്ഥ സ്ട്രോങ് ആയതുകൊണ്ടാണ്. സമ്പദ് വ്യവസ്ഥ യുദ്ധത്തോടെ തകർന്ന കറൻസിക്ക് വിലയില്ലല്ലോ. അതോടുകൂടി അവിടെയാണ് ഇസ്രായേലിലെ കാര്യങ്ങൾ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പം നടക്കുന്ന യുദ്ധം. അതിപ്പം ഈ യുക്രൈൻ യുദ്ധത്തിലാണെങ്കിൽ യുക്രൈനിൽ ഇവരും 2 സ്ഥലത്തെ പാറ്റേണുകൾ നിന്നു, ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ളത് 2 ഏതാണ്ട് സെയിമാണ്. അപ്പോൾ ഇറാൻ എന്തുകൊണ്ട് അവർ ആക്രമിക്കുന്നത്? അവർ ഇറാനിയൻ ജനതയ്ക്ക് ഇസ്രായേൽ എതിരല്ല. കാരണം ഇറാനിയൻ ജനതയോട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവരെ നബുക്കദ്നേസർ എന്ന് പറഞ്ഞിട്ടുള്ള ഇറാനിലെ പഴയ രാജാവ്, നബുക്കദ്നേസറിൻ്റെ മുസ്ലിമാണെന്ന് വിചാരിക്കേണ്ടത്, ഇസ്ലാമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പാണ്. ഇസ്ലാമൊക്കെ ഉണ്ടാകുന്നതിന് 1000 വർഷം മുമ്പാണ്. പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കിയപ്പോൾ അവിടുന്ന് മോചിപ്പിച്ച് അവരെ തിരിച്ചു കൊണ്ടുപോയത് സർസസ് എന്നുള്ള അക്കാമിനീഡ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള പേർഷ്യൻ രാജാവാണ്. അപ്പോൾ പേർഷ്യക്കാരെന്ന് സ്വരാഷ്ട്രീയ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, അവർ ടാറ്റയുടെയൊക്കെ. അപ്പം അവരോട് ഇവർക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്നാൽ അവിടെ ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തോട് അവർക്ക് എതിർപ്പുണ്ട്.
അപ്പോൾ ഈ ഇസ്ലാമിക ഭരണകൂടങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവരുടെ പ്രധാനപ്പെട്ടത്. അത് എന്തുകൊണ്ട് ഇറാൻ എന്ന് വെച്ചാൽ ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ആ പ്രദേശത്ത് ഇവരല്ലാതെ മറ്റാരും ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശം വെക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ കൂടി കൈ കൂടി ന്യൂക്ലിയർ ആയുധം വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോകാധിപത്യത്തെ വലിയ ഭീഷണിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർക്കും മുസ്ലിങ്ങൾക്കും പല രീതിയിൽ ചേർന്ന് പോകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് മുമ്പുണ്ടായിരുന്നില്ല. മുമ്പ് ജൂതന്മാരായിട്ട് ഖുർആനിൽ ഒരു യുദ്ധമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഏറ്റവും നന്നായിട്ട് റോമക്കാർ ഓടിച്ചു വിട്ടതിന് ശേഷം ജീവിച്ച ഇസ്ലാമിക രാജ്യങ്ങളുടെ അണ്ടറിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തത്. അവരെ വേട്ടയാടിയിരുന്ന മറ്റു പലരും ഇന്ത്യയിലും അതുപോലെ അറബ് രാജ്യങ്ങളിലും തുർക്കിയിലൊക്കെയാണ് ഇവർ ഏറ്റവും സമ്പന്നരായിട്ട് മനുഷ്യന്മാരെ പോലെ കഴിഞ്ഞു, മറ്റുള്ളത് പട്ടിനെ പോലെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് പക്ഷേ ഇന്ന് ഇസ്ലാമിനോടില്ല. ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇസ്ലാമാണ് അവരുടെ ശത്രു. അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് പീഡിപ്പിച്ച നാസികളോ ജർമ്മൻകാരൊന്നുമല്ല, ഇസ്ലാമാണ് അവരുടെ ശത്രു. ഇതൊരു വല്ലാത്തൊരു നെഗറ്റീവാണ്. അത് അവർ ലോകാധിപത്യത്തിന് അവരുടെ പ്ലാനിൻ്റെ ഭാഗമാണ്. അത് ബൈബിളിനെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ബൈബിളിൽ പഴയ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെയാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി അപ്പം നടക്കുന്നു. അപ്പോൾ അതാണ് ശരിയെന്ന് വരുത്തി തീർക്കുക. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന വെച്ചാൽ പുതിയ നിയമത്തെ ബൈബിളിൽ പുതിയ നിയമം അപ്രസക്തവും. പുതിയ നിയമത്തെ ഇവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ. പുതിയ നിയമത്തെ ഈ ക്രിസ്തുമതത്തെ ഇവർ ഉൾക്കൊള്ളുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമഗ്രമായ ലോകാധിപത്യമാണ്. അതിനെ പ്രത്യക്ഷമായ ശത്രു ഇസ്ലാമാണ്. ഇസ്ലാമിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളൊന്നാണ് ഇറാൻ. അതിന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോകും. അപ്പം അതുകൊണ്ട് ഇറാനെ തകർക്കുക, അവിടെയുള്ള ഇസ്ലാമിസ്റ്റ് റജീമിനെ അട്ടിമറിക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. അതിലൊരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനും അവിടെയുള്ള ഇസ്ലാമിസ്റ്റ് റജീം അട്ടിമറിക്കപ്പെടുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം അത് വലിയ പാരമ്പര്യമുള്ള, നമ്മളെപ്പോലെ വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ ഒരു ജനാധിപത്യ സംവിധാനം, അതിനെന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ പോലും സെക്യുലർ ജനാധിപത്യ സംവിധാനം വന്ന് കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം ഖൊമേനിയോടുകൂടി അതില്ലാതാന്ന് കാണാൻ എനിക്കും ഇഷ്ടമാണ്. അതാണ് ഞാനതിൽ നിന്നത് പ്രശ്നം. അത് ഇവർ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കൊക്കെ ഞാൻ എതിരാണ്. ഇത് നമ്മൾ നടത്തിയ എന്താ സ്ഥിതി? പാകിസ്ഥാനത്തിൻ്റെ നമ്മളിങ്ങനെ നടത്തി നമ്മളെ വിരോധം കൊണ്ട് തോൽവി മൂലക്കിരുത്തിലായിരുന്നു. പക്ഷേ അവിടെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അയാത്തുള്ള ഖൊമേനിയുടെ മതഭ്രാന്തി പിടിച്ച അവസാനിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മളെ ഈ ഇസ്രായേൽ ഈ വിസ്തൃതി കൂട്ടുമെന്ന് പറഞ്ഞില്ല, അത് ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചത്? ഈ ഇറാനിലേക്ക് കയറിയുള്ള ഇറാനിലേക്ക് കയറില്ല. പ്രശ്നം വെച്ചാൽ ഈജിപ്റ്റ് തൊട്ടിട്ട് ജോർദാൻ, സൗദിയുടെ ഒരു സൈഡിൽ കൂടെ സിറിയ, അത്തരം പ്രദേശങ്ങൾ, അത് വിശാല ഇസ്രായേൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള രാജ്യമാണ്. എന്ന് വെച്ചാൽ സമുദ്രം തൊട്ടിട്ട് നദി വരെയുള്ള പ്രദേശങ്ങൾ. ഇതാണ് അവരുടെ ഒരു ടാർഗറ്റ്. അത് അവരുടെ ഇന്നത്തെ ആധുനിക ഇസ്രായേലിൽ സൃഷ്ടിച്ച സിയോണിസ്റ്റ് മൂവ്മെൻറ്റ് എൻ്റെ നേതാക്കന്മാർ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ അത് ഓപ്പണായി പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ യു എൻ എന്താണ് പറഞ്ഞിട്ടുള്ള അതിർത്തികൾ പോലും അവർ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാതെ അവർ നടന്ന കടത്തുകയറ്റങ്ങൾ അതിലേക്ക് തന്നെയാണ് അവർ പോകുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ ബുദ്ധിപരമായി നീക്കം ചെയ്ത് ഇന്നും നിലയും കൊണ്ടാണ് 500 വർഷം അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് ഈ ആധുനിക ലോകം വന്ന കാലം തൊട്ടേ. അറബികൾ ഒരു കാരണവശാലും അവിടെ ഒരു ഇസ്രായേൽ രാജ്യം അംഗീകരിക്കില്ല എന്നവർ അറിയാം. അപ്പോൾ UN ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ഈ 60-40 എന്നുള്ളൊരു ഫോർമുല അറബികൾ അംഗീകരിച്ചില്ല. അറബികൾ യുദ്ധത്തിന് വന്നു. ഈ തോക്കെടുത്ത് വന്ന ഇവരുടെ മുന്നിൽ വാളുമായിട്ട് വന്ന അറബികൾ എന്ത് ചെയ്യാൻ? അറബികൾ തോറ്റു. അതോടുകൂടി അവർക്ക് നീതീകരണമായി. ഇവർ ചെയ്യുന്നതിന് എല്ലാത്തിനും ഇവർക്ക് നീതീകരണമുണ്ട്. ഹമാസിനെ കൊണ്ട് ഇങ്ങോട്ട് ആക്രമിച്ചു, എന്നിട്ട് ഹമാസിനെ തട്ടി. പിന്നെ ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ യുദ്ധം എന്ന് തീരുന്നു അന്ന് അയാൾ ജയിലിൽ പോകും. അതിന് രക്ഷപ്പെടാനുള്ള അയാളുടെ ഒരു തന്ത്രം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമായിരുന്നു. കാരണം ഇറാനെ അവിടെ വിശാല ഇറാനെ ബാധിക്കില്ലെങ്കിൽ പോലും ഇന്നത്തെ ഇറാനിയൻ റജീം അങ്ങനെ ഒരു ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഇവർക്കെതിരെ യുദ്ധത്തിന് വരും. അപ്പോൾ അതിന് ഭാവിയിലുണ്ടാകുന്ന ഒരു യുദ്ധത്തിലെ ശക്തനായ എതിരാളിയെ നിർവീര്യമാക്കാനുള്ള ശ്രമമാണ്. പക്ഷെ അവിടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഇവരുടെ ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി വന്നാൽ അവരതിൻ്റെ ഭാഗമാകുകയും ചെയ്യില്ല. അപ്പം അങ്ങനെയുള്ള വളരെ പ്ലാൻഡായിട്ടുള്ള പല ലക്ഷ്യങ്ങളുള്ള ഗെയിമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.